ഇപ്പോൾ സംവിധായകൻ അശോകൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ അശോകൻ, വളരെ ദുഃഖകരമായ അന്തരീക്ഷമാണ് വീട്ടിലുള്ളത്. താങ്കൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രകടമാക്കിയിരുന്നൊരു സ്നേഹമായിരുന്നു. നമുക്ക് എല്ലാവർക്കും അമ്മയോട് ഇഷ്ടമുണ്ട്. പക്ഷേ അമ്മയും മകനും തമ്മിലുള്ള ഒരു ബന്ധം, ഇഷ്ടത്തിൻ്റെ ആഴമൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്, നമ്മൾ അറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് നമ്മൾ. അതായത് എനിക്ക് ലാലുമായിട്ടുള്ള ബന്ധം സിനിമ മോഹൻലാൽ എന്നുള്ള നടൻ ഡയറക്ടർ അശോക് കുമാറുമായിട്ടുള്ള ബന്ധമല്ല. ഞാൻ അവനെ വെച്ച് ആദ്യത്തെ പടം തിരുനോട്ടം ഡയറക്ട് ചെയ്തു എന്നാണ് സത്യം. ആ പടം ഡയറക്ട് ചെയ്യുന്ന സത്യം ആദ്യത്തെ ഷോട്ട് എടുക്കുന്നത് ലാലിന്റെ വീട്ടിൽ വെച്ചാണ്. ഭാഗ്യവശാൽ എന്റെ അമ്മയ്ക്ക് അത് കാണാനും സാധിച്ചില്ല. ആന്റി എന്ന് വെച്ചാൽ എനിക്കൊന്ന് എന്റെ അമ്മ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ ആഹാരം കഴിച്ചിട്ടുള്ള ലാലിന്റെ വീട്ടിൽ വെച്ചാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം 60 കൊല്ലത്തെ റിലേഷൻഷിപ്പാണ്. ഒരുമിച്ച് കളിച്ചു, ഒരുമിച്ച് വളർന്നു. ഇന്നിപ്പം മരിച്ച ഉടൻ എന്റെ മോടെ കല്യാണത്തിന് കഴിഞ്ഞ ആഴ്ച ഗുരുവായൂരുണ്ടായിരുന്നു. അപ്പോൾ അന്നേ ലാല് വളരെ വിഷമിച്ചാണ് എന്നിട്ടും അവൻ പറഞ്ഞു, നിന്റെ മോടെ കല്യാണത്തിന് വരാതിരിക്കാൻ പറ്റുമെന്ന് വെച്ചുകൊണ്ട് വന്ന ഗുരുവായൂർ വന്ന് കല്യാണം അറ്റൻഡ് ചെയ്തു. പക്ഷെ ക്രിട്ടിക്കലായിരുന്നു. ഇന്നലെ ഞാൻ വിളിച്ചപ്പോൾ സുചി പറഞ്ഞു, ചേട്ടാ വളരെ ക്രിട്ടിക്കലാണ്. ഇന്ന് ലാല് മരിച്ചോടെ എന്നെ വിളിച്ചത്, അറിയാം മരിച്ചു, ഞാൻ രാവിലെ 7 മണിക്ക് തിരുവനന്തപുരത്ത് എത്തും, നീ അവിടെ നിന്നാ മതി, 7 മണിക്ക് ഞാൻ അങ്ങോട്ട് വന്നാൽ മതി. മുടവമൂടി വെച്ചാകുമ്പം ഇവിടെ ട്രിവാൻഡ്രത്ത് വെച്ചാണ്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അവൻ 7 മണിക്ക് എത്തും, രാത്രി 8 മണിക്ക് ഡെഡ് ബോഡി അവിടെ നിന്ന് അയക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പം എനിക്ക് മുടവമൂടി പോവാണ്, പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. ശ്രീ അശോകൻ, താങ്കൾ പറഞ്ഞല്ലോ താങ്കൾക്ക് കുടുംബവുമായും അമ്മയുമായും ഒക്കെ അത്രയും ബന്ധമുണ്ട് എന്ന് മനസ്സിലായി. ഓർമ്മകൾ എന്തൊക്കെയാണ് അമ്മയെ കുറിച്ചുള്ള? ഓർമ്മകൾ വെച്ചാൽ ഏറ്റവും നല്ല ഓർമ്മ, ഞങ്ങൾ ഒരുമിച്ച് MG കോളേജ് ഒരു ക്ലാസ്സിൽ ഇരുന്ന് ഒരേ ബെഞ്ചിരുന്ന് പഠിച്ചു. പിന്നെ ലാലിനെ വെച്ച് ആദ്യത്തെ ഫിലിം തിരുനോട്ടം ഡയറക്ട് ചെയ്തു. അത് കാണാൻ ആ ഫസ്റ്റ് ഷോട്ട് എനിക്കൊന്ന് ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ഒരു നടന്റെ ആദ്യത്തെ ഷോട്ട് ഒരു അമ്മയ്ക്ക് കാണാൻ പറ്റുമോ? അത് ആദ്യമായിട്ട് കാണാൻ ലാലിന്റെ അമ്മയ്ക്ക് സാധിച്ചു എന്നുള്ളതാണ് സത്യം. ലാലിന്റെ അമ്മ മാറി ഇന്നത് കാണുകയായിരുന്നു. അപ്പം അത് പല ഇന്റർവ്യൂവിൽ ആന്റി പറയാറുണ്ട്. അപ്പൊ അതൊരു ഭാഗ്യമാണ്. പിന്നെ ലാലിനെ സംബന്ധിച്ച് എനിക്കറിയാം, ലാലിന് ലോകത്ത് ഏറ്റവും ഇഷ്ടം അവന്റെ അമ്മയാണ്. അവന്റെ അമ്മ കഴിഞ്ഞേ അവനെ എല്ലാം ഉള്ളൂ. ഇന്നലെ വരെ പല ഷൂട്ടിങ്ങും വെളിയിൽ നിന്നുള്ള ഷൂട്ടിങ് മാറ്റിയിട്ട് കൊച്ചി വന്ന് ഷൂട്ടിങ്ങിന് വരിക, അവിടെ അമ്മയെ കാണുകയും ചെയ്യുന്ന അതുപോലെ തന്നെ ഒരു മകളും സുജി. ഈ രണ്ടുപേരും അമ്മയെ ലോകത്തൊരു എല്ലാ അമ്മയ്ക്കും മക്കൾക്കും അങ്ങോട്ടും സ്നേഹം ഉണ്ടെങ്കിലും പക്ഷെ ലാലിനും സുജിക്കും ആന്റിയോടുള്ള സ്നേഹം ഞാൻ എത്രയോ കൊല്ലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എന്റെ അമ്മ നഷ്ടപ്പെട്ട ഒരു ദുഃഖമാണ്. അല്ലാതെ മോഹൻലാലിന്റെ അമ്മ, ലാലുവിന്റെ അമ്മയ്ക്ക് പറ്റി എന്റെ അമ്മയും ലാലിന്റെ അമ്മയും വളരെ അടുപ്പമായിരുന്നു, വളരെ ക്ലോസ് ആയിരുന്നു. ലാലിന്റെ അച്ഛനും എന്റെ അച്ഛനും ക്ലാസ്മേറ്റ്സ്. അപ്പൊ ഞങ്ങളുടെ കുടുംബപരമായിട്ട് കൊല്ലങ്ങളായിട്ടുള്ള ബന്ധമാണ്. ഇതൊരു ഭയങ്കര നഷ്ടമെന്നൊന്നും പറയാം. ഇച്ചിരി പാവം, എത്രയോ 10 കൊല്ലമായിട്ട് കിടക്കില്ല അമ്മ സുഖമില്ലാതെ. അപ്പം എന്നാല് മകൻ എന്നുള്ള നിലയിൽ ലാലിന് അമ്മയെ നോക്കാൻ പറ്റി ഭംഗിയായിട്ട്. എല്ലാ മക്കളും കണ്ടുപിടിക്കേണ്ടതാണ്. അവസാന സമയത്ത് കൂടെ ഉണ്ടാകാനും കഴിഞ്ഞു അല്ലേ? അവസാന സമയത്ത് ഞാൻ കുറെ ദിവസങ്ങളായിട്ട് ലാല് പല ഷൂട്ടിങ്ങും ക്യാൻസൽ ചെയ്ത് അവിടെ വീട്ടിൽ നിൽക്കുക. അവൻ അമ്മയുടെ സുജി അതേപോലെ രണ്ടുപേരും അമ്മയുടെ കൂടെ നിന്ന് അമ്മയെ നോക്കുകയാണ്. അപ്പം ഭാഗ്യമല്ലേ മകന് ആ സമയത്ത് മകൻ ഉണ്ടാകാന്ന്. ഇത്രയും ബിസി ആയിട്ടുള്ളൊരു നടൻ ആ സമയത്ത് അവിടെ ഉണ്ടെന്ന് വെച്ചാൽ ഭാഗ്യമാണ്. അമ്മയുടെയും ഭാഗ്യമാണ്, അവന്റെയും ഭാഗ്യമാണ്. ഒരു കാര്യം കൂടി, ലാലു എന്നാണ് അമ്മ വിളിക്കുക മോഹൻലാലിനെ എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാനും അമ്മയൊക്കെ ലാലു എന്ന് വിളിക്കുള്ളൂ. ഞങ്ങൾക്ക് ലാലെന്നോ മോഹൻലാലെന്നോ ഞങ്ങൾക്കറിയില്ല. ലാലുകുട്ടാന്ന് വിളിക്കും. ഈ ലാൽ ഇന്ന് കാണിക്കുന്ന അഭിനയവും പാട്ടൊക്കെ ലാലിന്റെ അമ്മയുടെയാണ്. അസലായിട്ട് ആന്റി പാട്ട് പാടും, അറിയോ, മനോഹരമായിട്ട് പാട്ട് പാടും, അഭിനയിക്കും. അതൊരു അമ്മയും ലാലിനെ കണ്ട ഒരുപാട് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നേരത്തെ ആണെങ്കിൽ അത്ര ആന്റി ഭയങ്കര സുന്ദരിയായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യമുള്ള ഒരു അമ്മയാണ്. അന്ന് ആദ്യത്തെ ആ ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോ അമ്മ എന്താണ് പറഞ്ഞത്? അത് ഞങ്ങള് അന്ന് പ്രീഡിഗ്രിക്ക് പഠിക്കുകയല്ലേ, ഷോട്ട് എടുക്കാൻ സിനിമ എടുക്കാന്നുള്ള അമ്മയ്ക്ക് അറിഞ്ഞൂടല്ലോ. കോളേജിൽ പോകുന്ന വഴിക്ക് ഞങ്ങള് ക്യാമറയും കൊണ്ട് ഒരു ഷോട്ട് എടുത്തപ്പോ ആന്റി ചോദിച്ചു, എന്താ മോനെ ഇവിടെ നിൽക്കുന്നത്? ഞാൻ ആന്റി ഞങ്ങളൊരു ഷോർട്ട് ഫിലിം എടുക്കാൻ വന്നാന്ന് പറഞ്ഞു. അവിടെ നിന്ന് തുടങ്ങി പടം. ആ ഫസ്റ്റ് ഷോട്ട് ആ മുടവമൂളില് ആ കയറ്റം കയറി എടുക്കുന്നു. അത് ആ സിനിമ പിന്നെ അങ്ങനെ ലാല്. പക്ഷെ എത്ര മോഹൻലാല് വലുതായാലും എത്ര ലാല് വലുതായാലും അമ്മയുടെ മുമ്പിൽ ചെല്ലുമ്പോ അവൻ പഴയ ലാലുവാ. കൊഞ്ചലും കുഴച്ചിലും മടി കയറി കിടക്കുക. അത് ലാലൊരു വ്യത്യാസമില്ല, ആ കാര്യത്തിൽ യാതൊരു വ്യത്യാസമില്ല.
എനിക്ക് തോന്നുന്നു ശ്രീ അശോകൻ അതുകൊണ്ട് തന്നെ ആയിരിക്കും അല്ലേ സിനിമകളിലെ അമ്മയോടും അത്രയും ഇഴുകിച്ചേർന്ന് അഭിനയിക്കാൻ മോഹൻലാലിന് കഴിഞ്ഞിട്ടുള്ളത്. ഇല്ല, അവന് എല്ലാവരോടും സ്നേഹമാണ്. അമ്മയാണെങ്കിൽ കവിപ്പണ്ണ ചേച്ചിയാണെങ്കിലും എല്ലാ അമ്മമാരും അവൻ കാണുന്ന ഈവൻ സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ, പെൺകുട്ടികളാണെങ്കിലും ഒക്കെ അവൻ അതുപോലെ ഇതായിട്ടാണ് കാണുന്നത്. അതൊരു ഞാൻ ലോകത്താരെങ്കിലും 90 വയസ്സുള്ള സ്ത്രീ അവനെ ലാലേട്ടാന്ന് വിളിക്കും, 3 വയസ്സുള്ള കുഞ്ഞുങ്ങളും അവനെ ലാലേട്ടാന്ന് വിളിക്കും. അപ്പം ലാലേട്ടൻ, ലാലിന്റെ അമ്മയുടെ ലാലു, എന്റെയും ലാലു. വളരെയധികം നന്ദി ശ്രീ അശോക് കുമാർ ഞങ്ങളോട് ഈ സമയത്ത് പ്രതികരിച്ചതിന്. എന്തായാലും 8 മണിയോടെ എളമക്കരയിൽ നിന്ന് മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരും എന്നാണ് മനസ്സിലാകുന്നത്. അവിടെ നിന്ന് 8 മണിക്ക് പുറപ്പെടുമെന്നാണ് അറിയുന്നത്. തിരുവനന്തപുരം മുഴുവൻമുകളിലെ വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുവരിക. നാളെ വൈകുന്നേരത്തോടെയാണ് സംസ്കാരം നടക്കുക. മുഴുവൻമുകളിലെ വീട്ടിൽ നിന്നും വി വി അരുൺ കൂടി ചേരുന്നു. തിരുവനന്തപുരം മുടവൻമുകളിലെ മോഹൻലാലിൻ്റെ വീട്ടിലാണ് ഞാൻ ഉള്ളത്. ഹിൽ വ്യൂ വീട്ടിലാണ് ഉള്ളത്. ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ സംസ്കാര ചടങ്ങ് നടക്കാൻ പോകുന്നു. ഇവിടെ ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ വിശ്വനാഥൻ നായരുടെ സംസ്കാരം നടന്ന സ്ഥലമാണ് ഈ തെങ്ങ് നിൽക്കുന്ന സ്ഥലം. തൊട്ടടുത്ത് മോഹൻലാലിൻ്റെ സഹോദരൻ പ്യാരിലാലിൻ്റെ സംസ്കാരം നടന്നതും ഇതിന് തൊട്ടടുത്താണ്. ഈ ഭാഗത്താണ് മോഹൻലാലിൻ്റെ സഹോദരൻ പ്യാരിലാലിൻ്റെ സംസ്കാരം നടന്നത്. അതിനോട് ചേർന്നാണ് അമ്മയുടെ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളും പുരോഗമിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം മോഹൻലാലിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സനൽകുമാർ ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് ഈ സംസ്കാര ചടങ്ങുകളുടെ ഒരു തീരുമാനമൊക്കെ ആയിട്ടുണ്ട്? രാവിലെ ഒരു 6-7 മണി കൂടിയായിരിക്കും ആംബുലൻസിൽ ഇവിടെ എത്തിക്കുക. ബൈ റോഡ് തന്നെ വരികയാണ്. പിന്നെ അത് ട്രാഫിക്കിൻ്റെ ഒരു സമയം നമുക്കറിയില്ല. അപ്പോൾ പിന്നെ മിനിസ്റ്റേഴ്സ് ഉൾപ്പെടെ വിളിച്ച് പോലീസ് എസ്കോർട്ടൊക്കെ പറഞ്ഞെങ്കിൽ നമ്മളതൊന്നും വേണ്ട എന്നുള്ളതാണ്. അത് അമ്മ സാധാരണ വരുന്ന പോലെ വരട്ടെ എന്നുള്ളൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു 7-8 മണിയോടുകൂടി ഇവിടെ ഉണ്ടാവും. വൈകുന്നേരം 4 മണിക്കാണ് ചടങ്ങ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ അച്ഛനും ജ്യേഷ്ഠനും ഉറങ്ങുന്ന ഇതേ ഭൂമികയിൽ തന്നെയാണ് അമ്മയും നമ്മൾ ഉറക്കാൻ പോകുന്നത്. അമ്മയുടെ ഒരു ആഗ്രഹം കൂടെ അതായിരുന്നിരിക്കും അല്ലേ? അങ്ങനെ ഒരു ആഗ്രഹമെന്ന് നമ്മൾ മനസ്സിൽ കാണുന്നതാണ്. കാരണം ഒരിക്കലും അങ്ങനെ അമ്മ അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെ പറയാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ ഞാൻ പോകും എന്നൊരു വിശ്വാസം ആർക്കും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് അല്ലെങ്കിൽ അത്രയും ഏജ് ആയിട്ട് അങ്ങനെ ഇരിക്കണം, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായില്ല. ഈ ലാലേട്ടൻ കൂടെ ഉണ്ടായിരുന്നോ ഈ മരണം സംഭവിക്കുമ്പോഴൊക്കെ? ലാലേട്ടൻ തുടക്കം എന്നുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിൽ അദ്ദേഹം ഒരു ചെറിയ ഗസ്റ്റ് റോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ആയിരുന്നപ്പോഴാണ് ഡോക്ടേഴ്സ് വീട്ടിൽ നിന്ന് പെട്ടെന്ന് വിളിച്ചൊന്ന് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം റഷ് ചെയ്ത് വരികയായിരുന്നു. പിന്നെ അമൃത എന്നുള്ള ഡോക്ടേഴ്സ് വന്നിട്ട് വേണമല്ലോ കൺഫേം ചെയ്യാനായിട്ട്. അതാണ് 1:35 ശരിക്കും അമ്മ വിഷ്ണു